പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനവധിയായ സങ്കടങ്ങളും അനവധി പ്രശ്നങ്ങളുടെയും മധ്യയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ അനേകം പേരുള്ളതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. കാരണം നിങ്ങൾ എഴുതി അയക്കുന്ന പ്രാർത്ഥനകളും നിങ്ങൾ എഴുതി അയക്കുന്ന സങ്കടങ്ങളും നിങ്ങളുടെ കണ്ണുനീരാണ്, നിങ്ങളുടെ നെടുവീർപ്പാണ്, നിങ്ങളുടെ വേദനകളാണ്. ആരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന സങ്കടങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വരുന്നതിന് മുൻപ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിയിലെ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഞാനിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നിങ്ങളുടെ ആദിവ്യാധികളും പൊട്ടാത്ത കുരുക്കുകളും മാറാത്ത ബന്ധനങ്ങളും വിട്ടുമാറാത്ത തകർച്ചകളും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ നെടുവീർപ്പും നിങ്ങളുടെ വേദനകളും ഞാൻ സമർപ്പിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിൽ നിന്ന് ഈ വചനത്തിൻ്റെ ശബ്ദത്തോടൊപ്പം ഇത് കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ആ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ കൃപ ഒഴുകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അവിടെ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് എല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാനിന്ന് അവരോട് പ്രത്യേകം നിഷ്കർഷിച്ചു, ഇന്നേ ദിനം ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, മാധ്യസ്ഥ അപേക്ഷിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിരന്തരമായ ബന്ധനങ്ങൾ, വിസയുടെ മേലുള്ള തടസ്സങ്ങൾ, ജോലിയുടെ മേലുള്ള തടസ്സങ്ങൾ, കല്യാണത്തിൻ്റെ മേലുള്ള തടസ്സങ്ങൾ, സമ്പത്തിൻ്റെ മേലുള്ള തടസ്സങ്ങൾ, കുടുംബത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ, പഠനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, സൗഹൃദങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, തൊഴിൽ മേഖലയിലുള്ള ബന്ധനങ്ങൾ, പറമ്പിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, കാർഷിക മേഖലയിലെ ബന്ധനങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ശരീരത്തെ അസ്വസ്ഥമാക്കുന്ന രോഗാണുക്കളെ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ക്യാൻസറിന്, തൊണ്ടവേദനയെ, നെഞ്ചുവേദനയെ, നിരന്തരമുള്ള ചുമയെ, കഫക്കെട്ടിനെ, അടിവയറ്റിലെ വേദന, വയറ്റിന് മുകളിലും നെഞ്ചിന് താഴെയും ഉള്ള കുത്തി വേദന, രക്തവാത സംബന്ധമായ രോഗങ്ങൾ, രക്തസ്രാവ സംബന്ധമായ രോഗങ്ങൾ, പുറത്തു പറയാൻ പറ്റാത്ത പാരമ്പര്യ രോഗങ്ങൾ, മറ്റ് പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ, ജഡികമായ ബന്ധനങ്ങൾ, ലൈംഗികമായി ബന്ധപ്പെട്ട രോഗപീഠകൾ, മൂത്രസംബന്ധമായ പീഡകൾ, ശരീരത്തിലെ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകൾ, സൊറിയാസിസിന്റെ ബന്ധനങ്ങൾ, കാലുവേദന, എല്ലുവേദന, മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, ആത്മഹത്യയുടെ ചിന്തകൾ, ജീവിത പങ്കാളികളുടെ മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, കോപം, ദേഷ്യം, വെറുപ്പ്, അപസ്മാരം, ഒരു ശാപം പോലെ കടന്നു വരുന്ന അപസ്മാരങ്ങൾ, ഒരു ബന്ധനം പോലെ വിട്ടുമാറാത്ത ശരീര തളർച്ചകൾ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥ, ആത്മവിശ്വാസമില്ലായ്മ, ആ കണ്ണുകളിലുള്ള കാഴ്ചക്കുറവിൻ്റെ ബന്ധനങ്ങൾ, ചെവികളുടെ മേലുള്ള ബന്ധനങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടുകയാണ്. മക്കളെ, വിശ്വസിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ എളിമയുള്ള ഹൃദയത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. അതുമാത്രമല്ല, സാധിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഈ ഡെലിവറൻസിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. 90 ദിവസങ്ങളെ മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം ഇത് കേട്ട് കഴിഞ്ഞാൽ പൊട്ടാത്ത കുരുക്കുകളില്ല, മാറാത്ത രോഗങ്ങളില്ല, ഒഴിയാത്ത ബാധകളില്ല എന്ന മെസ്സേജ് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ
ഓർമ്മപ്പെടുത്തുകയാണ് മക്കളെ. ഇന്ന് നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ, ദേശവാസികൾ സംഭ്രമരാകട്ടെ, കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഡെലിവറൻസിന്റെ ദിനം, വിടുതലിന്റെ ദിനം, മോചനത്തിന്റെ ദിനം, മാനസാന്തരത്തിന്റെ ദിനം, അഭിഷേകത്തിന്റെ ദിനം, മാറ്റങ്ങളുടെ ദിനം, രോഗശാന്തിയുടെ ദിനം സമാഗതമായിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, മോചനത്തിന്റെ ആത്മാവേ, ഡെലിവറൻസിന്റെ ആത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തിയ ആത്മാവേ, കത്തോലിക്ക സഭയെ നയിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ഞങ്ങളുടെ ജ്ഞാനത്തിലേക്ക്, ഞങ്ങളുടെ അറിവുകളിലേക്ക്, ഞങ്ങളുടെ ഞരമ്പുകളിലേക്ക്, ഞങ്ങളുടെ രക്തത്തിലേക്ക്, ഞങ്ങളുടെ എല്ലുകളിലേക്ക്, ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലേക്ക്, ഞങ്ങളുടെ ബന്ധങ്ങളിലേക്ക്, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കുരിശ് വരച്ച മക്കളെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമായി ഈ മക്കൾ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്ന് ദൃഢമായി ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും വസ്തുവകകളെയും പൊതിയണമേ. കർത്താവായ യേശുവിന്റെ തിരുരക്തത്താൽ ഈ മക്കളുടെ വീട്, അവിടെ വസിക്കുന്നവര്, പറമ്പ്, സ്ഥാപനങ്ങള് എല്ലാവരും തിരുരക്തത്താൽ പൊതിയപ്പെടട്ടെ. ഇവരുടെ ഭവനത്തിനെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, ഇവരുടെ പ്രവൃത്തിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരിക ശക്തികളും, അന്ധകാര സേനകളും, ദുഷ്ടാത്മ സംഘങ്ങളും, പൈശാചിക വ്യൂഹങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമാകട്ടെ. പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവർക്ക് ശല്യങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തകർക്കുന്നു. കുടുംബങ്ങളിലെ വിശ്വാസക്കുറവുകള്, പ്രാർത്ഥനയില്ലായ്മകള്, നന്മ പ്രവൃത്തികളില്ലായ്മകള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. നാരിക ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ജീവിതങ്ങളിൽ നിന്ന്, മക്കളുടെ ജീവിതങ്ങളിൽ നിന്നും, നിയോഗങ്ങളിൽ നിന്നും വിട്ടുമാറാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, സാത്താൻ വിട്ടുമാറട്ടെ, പ്രകൃതി വിരുദ്ധ ശക്തികൾ വിട്ടുമാറട്ടെ, ശത്രുക്കൾ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അച്ഛൻ കൂനമാവ് കൺവെൻഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലുള്ള വാഹനങ്ങളുള്ള എല്ലാ മക്കളെയും 12-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ കൂനമാവ് പള്ളിയിലേക്ക് അച്ഛൻ ക്ഷണിക്കുകയാണ്. ആ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടുത്തെ വികാരിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കൊച്ചച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവിടെ എല്ലാ പ്രയത്നിക്കുന്ന, പണവും
മറ്റ് പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഡെലിവറൻസിന്റെ തീയിറങ്ങണ അഭിഷേകത്തിന്റെ വിടുതലിന്റെ ശക്തിയുള്ള കൺവെൻഷനായിരിക്കും കൂനമ്മാവ് പള്ളി ഗ്രൗണ്ടിൽ ഒരുക്കുന്നത്. എറണാകുളം ജില്ലയിൽ വാഹനങ്ങളൊക്കെ ഉള്ള എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. കൂനമ്മാവിനടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് 5 ദിവസങ്ങൾ താമസിച്ച് കൺവെൻഷനിൽ പങ്കെടുക്കാനായി ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പിന്റെ കൃപയാലും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലും എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.